മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഹജ്ജിന്റെ വേളയാ. വന്നിട്ട് എന്റെ മീനയിൽ വന്നു, എന്നിട്ട് ജംറ എറിഞ്ഞു, എന്നിട്ട് റൂമിൽ ടെന്റിൽ വന്നു, എന്നിട്ട് ബാർബറെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? മുടി കളഞ്ഞിട്ടില്ല, കളയാൻ വേണ്ടി നിന്ന് കൊടുത്തു. ഷിക്കഹുൽ ഐമൻ സുന്നത്തായ കാര്യമാണ്. എന്ത് സുന്നത്തായ കാര്യമാണ്? എന്ത്? വലഭാഗം കാണിച്ചു കൊടുക്കാൻ. ആദ്യം വലഭാഗം കാണിച്ചു കൊടുക്കാം. അങ്ങനെ വലഭാഗം കാണിച്ചു കൊടുത്തു. ഫഹല്ലഖഹു ആ ബാർബർ വലഭാഗം വടിച്ചു. വടിച്ചു കഴിഞ്ഞപ്പോ ഹബീബ് നബി അബൂ ത്വൽഹത്തുൽ അൻസാരിയെ വിളിച്ചു. മുസ്തഫ നബിയുടെ എക്കാലത്തെയും സഹായിയാണ് അബൂ ത്വൽഹ. അബൂ ത്വൽഹ വിളിച്ചിട്ട് ആ മുടി വേഗം അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ കയ്യിലേക്കാണ് കൊടുത്തു. ശ്രദ്ധിക്കണം, ആ മുടിയാണ് മനസ്സിലാക്കണം കേട്ടോ, വലിച്ചെറിയാനല്ല. എന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാം. കൊടുത്തു. പിന്നെ എന്നിട്ട് ഇടഭാഗം കാണിച്ചു കൊടുത്തു. അപ്പോൾ ബാർബർ ഇടഭാഗവും വടിച്ചു. പിന്നെയും അബൂ ത്വൽഹ വിളിച്ചു. എന്നിട്ട് ആ ഇടഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു. മനസ്സിലായില്ല? വലഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു, ഇടഭാഗത്തെ മുടിയും കൊടുത്തു. എന്നിട്ട് ഫഖാല ഹബീബായ നബി പറഞ്ഞു, ഇഖ്സിമുഹു ബൈനന്നാസ്, ഇഖ്സിമുഹു ബൈനന്നാസ്. ഇത് മനുഷ്യർക്കിടയിൽ, ഇത് സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യുക. എന്തേ? കുഴിച്ചിടാനല്ല പറഞ്ഞു. ഹബീബായ നബിയുടെ മുടിയുടെ ബറക്കത്തിന് വേണ്ടിയിട്ട് എന്താ നീ ഇതിനൊരു മറുപടി പറ? ഇതിന് മറുപടി അറിയാം. എന്താ അതിന് മറുപടി അറിയാം? എന്താ ഇതിന് മറുപടി അറിയാം? ഹബീബായ നബി യഖ്സിമുഹു ബൈനന്നാസ്, യഖ്സിമുഹു ബൈനന്നാസ്. മറുപടി പറയട്ടെ. വലിയ വലിയ കാസറ്റുകളൊക്കെ ഇറങ്ങുന്നല്ലോ ഷാർജയിൽ നിന്ന്. പറയാതിന് മറുപടി വളരെ ചിന്തിക്കണം. വായ തുറന്നിട്ട് മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയവന്റെ പിന്നാലെ കൂടരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കള്ളന്മാരിറങ്ങി വരും. അസ്ലുള്ള ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അല്ലാഹു തആല അസ്ലുള്ള ദീനിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് പറ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖ അലൈഹി ഹദീസ. ഇതും ലൈഫാക്കിയ പിന്നെ നിന്റെ കഥ എന്താണ്? എത്ര ലൈഫാക്കണ്ടിരിക്കും? വളരെ ചിന്തിക്കണം. ഈ രണ്ട് മുടിയും കൊടുത്തിട്ട് ഹബീബായ നബി പറഞ്ഞു, യഖ്സിമുഹു ബൈനന്നാസ്, യഖ്സിമുഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല.